പരിശുദ്ധ ഖുർആൻ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലെ 4 തലങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതിലൊന്നാമത്തത് മറ്റൊന്നുമല്ല, പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വിശ്വാസ തലത്തിൽ ഉണ്ടാക്കിയ വിപ്ലവത്തെക്കുറിച്ചാണ് ഒന്നാമതായി സംസാരിക്കാനുള്ളത്. ആദ്യമായി ഖുർആൻ കൈവച്ച മേഖല വിശ്വാസമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 വർഷക്കാലത്തിലെ ഒന്നാമത്തെ 13 കൊല്ലം എവിടെയായിരുന്നു? മക്കയിലായിരുന്നു. ആ 13 കൊല്ലവും പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിംബത്തെ ആരാധിക്കല്ലേ, അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതായിരുന്നു പ്രവാചക പ്രബോധനത്തിന്റെ 13 കൊല്ലത്തെ മുഖ്യ വിഷയം. ബാക്കിയുള്ള 10 കൊല്ലങ്ങളിലാണ് അഹ്കാമുകളിലും ശറഅകളിലുമുള്ള മഹാഭൂരിപക്ഷവും വരുന്നത്. ആദ്യത്തെ 13 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടികൊണ്ടതും നാട് കടത്തപ്പെട്ടതും ബഹിഷ്കരിക്കപ്പെട്ടതും കഴുത്തിന് മുണ്ട് മുറുക്കി കൊല്ലാൻ നോക്കപ്പെട്ടതും പാറക്കല്ല് തലയിലേക്ക് തള്ളിയിടാൻ നോക്കപ്പെട്ടതും എല്ലാം ശഅബ് അബൂ താലിബിന്റെ താഴ്വരയിൽ മാസങ്ങളോളം പട്ടിണിക്കിടപ്പെട്ടതുമെല്ലാം ഈ വിശ്വാസത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ വിശ്വാസത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്? പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറ ആൽ ഇംറാനിൽ സൂറ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്, അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർ വിശ്വസിച്ചവരാണ്. വിശ്വസിക്കുക മാത്രമല്ല, ഒരു കാര്യം കൂടി അവരുടെ പ്രത്യേകതയാണെന്ത്? വലം യൽബിസൂ ഈമാനഹും ബിദുൽം. അവരുടെ വിശ്വാസത്തിൽ അവർ ദുൽമ കലർത്തിയിട്ടില്ല, അക്രമം കലർത്തിയിട്ടില്ല. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവർക്കാകുന്നു ശാന്തതയുള്ളത്, അവർക്കാകുന്നു ആശ്വാസമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാകുന്നു നിർമാർഗം പ്രാപിച്ച ആളുകൾ. എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിർഭയത്വം അല്ലാഹു ഖുർആനിലൂടെ മുസ്ലിങ്ങളോട് കൽപ്പിക്കാൻ പറയുകയാണ്. ഖുൽ, പറയുക, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല. അത് ഖൈറാകട്ടെ ഷർറാകട്ടെ, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, രോഗമാകട്ടെ ആരോഗ്യമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ സമ്പന്നതയാകട്ടെ, സൗന്ദര്യമാകട്ടെ വൈരൂപ്യമാകട്ടെ, ഉയർച്ചയാകട്ടെ തകർച്ചയാകട്ടെ, എന്താകട്ടെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം റബ്ബിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഖൈർ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ റബ്ബ് തീരുമാനിക്കേണ്ടതുണ്ട്. എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഷർറ് തടയപ്പെടേണ്ടതുണ്ടെങ്കിൽ അതിന്റെ റബ്ബ് തീരുമാനിക്കേണ്ടതുണ്ട്. എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅതീത്, നീ തന്നതിനെ തടയാൻ ആരുമില്ല റബ്ബേ. വലാ മുഅതിയ ലിമാ മനഅത്, നീ തടഞ്ഞതിനെ തരാനും ആരുമില്ല അല്ലാഹ് എന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് പേടിക്കേണ്ടതാരെ? അല്ലാഹുവിനെ. പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്ന്? അല്ലാഹുവിൽ നിന്ന്. ഈ ഒരു വിശ്വാസമാണ് പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ചരിത്രം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജഹാലത്തിൽ ഇസ്ലാമൊക്കെ സ്വീകരിക്കുന്നതിന് ഒരുപാട് മുന്നേ അദ്ദേഹം ഒരു ഒറ്റക്കൊരു യാത്ര പോവാൻ. ഉമർ റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ ചരിത്രം കേൾക്കാറുണ്ട്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുന്നേ വലിയ തെമ്മാടിയായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ കേൾക്കാറുണ്ട്. ഒരു പരിധി വരെ മാത്രമേ അതിൽ ശരിയുള്ളൂ കേട്ടോ. നമ്മൾ ഈ പറയുന്നത് പോലെ ഞാനൊക്കെ പണ്ടിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, കൊലപാതകം നടത്തുന്ന, അതൊക്കെ ഒരുപാട് കെട്ടുകഥകളും മൗദൂആയ ഒരുപാട് സംഗതികളും ആ വിഷയത്തിലുണ്ട്, നമ്മൾ മനസ്സിലാക്കുക. അപ്പം എന്തായാലും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജഹാലത്തിൽ ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങൾ പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റതിന് ശേഷം ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒറ്റക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ, അത് അമീറുൽ മുഅ്മിനീൻ ആയതിനു ശേഷം, ഖിലാഫത്ത് ഏറ്റതിന് ശേഷം ഇരിക്കുന്ന സമയത്ത് ഉമർ ഇങ്ങനെ ചിന്തിച്ചിട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. ചിരി ഇങ്ങനെ മാറി, മുഖഭാവം ഇങ്ങനെ മാറി, എല്ലാവരും കരച്ചിലായി മാറാൻ തുടങ്ങി. പിന്നെ വീണ്ടും ചിരിക്കും, വീണ്ടും കരയും. ഇതിങ്ങനെ കരച്ചിലും ചിരിയും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ കണ്ടു നിന്നവർക്ക് ബേജാറായി. കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഉമറിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ എഴുന്നേറ്റിട്ട് ഉമറിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി അമീറുൽ മുഅ്മിനീൻ, നിങ്ങളിങ്ങനെ കുറേ നേരം കരയുന്നു, പിന്നെ കുറേ നേരം ചിരിക്കുന്നു, വീണ്ടും കുറേ നേരം കരയുന്നു, വീണ്ടും കുറേ നേരം ചിരിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്, ഒന്നുമില്ല, ഞാൻ പഴയ കാലത്തെ ഒരു യാത്ര ഒന്ന് ഓർമ്മിച്ചു പോയതാണ്. ആ യാത്രയാണിത്. ആ യാത്രയെക്കുറിച്ച് ഉമർ തന്നെ വിവരിച്ചു കൊടുക്കാൻ. അന്ന് ഞാൻ യാത്ര പോകുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഭാണ്ഡക്കെട്ടിൽ എടുത്തു വെച്ചിട്ടാണ് ഞാൻ യാത്ര പോയത്. അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക്
എനിക്ക് ആരാധിക്കാനുള്ള സമയമായി. കൃത്യമായി ആരാധനകൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എനിക്ക് ആരാധന നടത്താനുള്ള സമയമായപ്പോൾ ഞാൻ എൻ്റെ ഭാണ്ഡക്കെട്ട് പരിശോധിച്ചു. അതിൽ ഞാൻ എൻ്റെ വിഗ്രഹത്തെ, എൻ്റെ ദൈവത്തെ, എൻ്റെ പടച്ചോനെ ഞാൻ എടുത്തു വെക്കാൻ മറന്നിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ആകെ പ്രയാസത്തിലും വിഷമത്തിലുമായി. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നത്, ഒരു 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 പരിഹാരം വന്നത്. എന്താണ്? ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കഴിക്കാൻ. അപ്പൊ ഈത്തപ്പഴം കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? തൽക്കാലം ഇപ്പൊ കഴിക്കണ്ടെന്ന് വെക്കാം. എന്നിട്ട് ഈത്തപ്പഴം എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് അത് കുഴച്ച് മാവ് പരുവത്തിലാക്കി, ഈത്തപ്പഴം ഒരു മാവിന്റെ പരുവത്തിലാക്കി. എന്നിട്ട് അദ്ദേഹം ആരാധിക്കുന്ന ദൈവത്തിന്റെ ബിംബത്തിന്റെ രൂപത്തിലേക്ക് ആ മാവിനെ കുഴച്ച് പരുവപ്പെടുത്തി. എന്നിട്ട് അതിന്റെ മുന്നിൽ വളരെ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി ആരാധനകളും പ്രാർത്ഥനകളൊക്കെ നടത്തി. എന്നിട്ട് ഈ ഈത്തപ്പഴ ബിംബത്തിന്റെ അടുത്ത് ഭാണ്ഡത്തിൽ വെച്ച് അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. നേരെ ഇരുട്ടിയപ്പോ നല്ല വിശന്നപ്പോ ഭാണ്ഡം തുറന്നു നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് കുറച്ചു മുന്നേ ആരാധിച്ച് സങ്കടം പറഞ്ഞ ദൈവത്തിനെയാണ്. എടുത്തങ്ങോട്ട് കഴിച്ചു. ഭക്ഷണം വയറ് നിറയെ ആ ഈത്തപ്പഴ ബിംബത്തിനായിട്ട് കഴിച്ചു. ഉമർ പറഞ്ഞു, ഞാൻ ഈ ഒരു സംഭവം ഓർമ്മിച്ചിട്ടാണ് ചിരിച്ചത്. എന്തൊരു വിഡ്ഢിയായിരുന്നു ഞാൻ, എന്തൊരു വല്ലാത്തൊരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ഞാൻ, എത്രമാത്രം മനസ്സിനെ ചിരിപ്പിക്കുന്ന തമാശയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. അത് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചു പോയത്. അപ്പൊ നിങ്ങൾ കരഞ്ഞതോ? സഹാബത്ത് ചോദിക്കണം. അപ്പൊ നിങ്ങൾ കരഞ്ഞതോ? ഞാൻ കരഞ്ഞതോ? ആ വിശ്വാസത്തിലെങ്ങാനും ഞാൻ ഇന്നും കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, ആ വിശ്വാസത്തിലെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. എൻ്റെ മുഖഭാവങ്ങൾ മാറി മറിഞ്ഞത്, ഒരേ നിമിഷത്തിൽ സുഖവും ദുഃഖവും ചിരിയും എൻ്റെ മുഖത്ത് മാറി മറിഞ്ഞത് ഈ രണ്ട് ചിന്തകൾ വന്നതുകൊണ്ടാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക്. അവരവരുടെ പഴയകാല ജീവിതം അയവിറക്കാണ്. റിവായത്തുകളിൽ പല റിപ്പോർട്ടുകളിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇശ്റാഖ് നിസ്കാരം കഴിഞ്ഞാൽ സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവരങ്ങനെ പള്ളിയിലിരിക്കും. അദ്കാറുകളും ഖുർആൻ പാരായണങ്ങളും ദുആകളൊക്കെ ആയിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് അവസാനം ആ സമയത്ത് 2 റക്അത്ത് നമസ്കരിച്ച് സൂര്യൻ ഉദിച്ച ഒരു കുന്തത്തിന്റെ മുകളിൽ ഉയരുന്ന സമയമായി കഴിഞ്ഞാൽ അവർ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പിന്നീട് അവർ ഇരുന്നിട്ട് ഇങ്ങനെ തമാശ പറയുന്നതാണ്. അവരങ്ങനെ പഴയ കഥകളൊക്കെ പറയും. പഴയ ജഹാലത്തിലെ ആ കഥകളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുമെന്നാണ്. എല്ലാവരും പൊട്ടിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കും. പ്രവാചകൻ തന്റെ വെളുത്ത പല്ല് പുറത്ത് കാണുമാറ് പുഞ്ചിരിക്കുമായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ ആ വിശ്വാസത്തിൽ നിന്ന് കിട്ടിയ മാറ്റത്തെ ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിൽ നിന്ന് എന്തെന്നില്ലാത്ത നിർഭയത്വം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തെന്നില്ലാത്ത നിർഭയത്വം. ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആ സ്വഹാബികൾ യഥാർത്ഥത്തിൽ പോയത് എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബദർ യുദ്ധത്തിലേക്ക് 300 ചില്ലാനം സ്വഹാബികൾ പോയല്ലോ. അവരെന്തിനു വേണ്ടിയാണ് പുറപ്പെട്ടു പോയത്? യുദ്ധത്തിന് പോയതാണോ? അല്ല, അവർ യുദ്ധത്തിന് പോയതല്ല. അബൂ സുഫിയാന്റെ കീഴിലുള്ള 40ഓളം വരുന്ന കച്ചവട സംഘത്തെ, 40 ആളുകൾ മാത്രമുള്ള ഒരു കച്ചവട സംഘത്തെ തടയാൻ, ഈ കച്ചവട സംഘം അവരുണ്ടാക്കിയ ലാഭം മുഴുവൻ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു പോകുന്നവരാണ്. ഈ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ് 300 ചില്ലാനം സ്വഹാബികൾ പുറപ്പെടുന്നത്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവരുടെ കയ്യിൽ ഒരുക്കങ്ങളില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ബദറിൽ എത്തിച്ചേരുമ്പോഴാണ് അള്ളാന്റെ റസൂലിന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശം കിട്ടുന്നത്. എന്ത്? മക്കയിൽ നിന്ന് ഒരു വലിയ സൈന്യം പുറപ്പെട്ടിട്ടുണ്ട്, നേരിടുകയല്ലാതെ നിങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 300 ചില്ലാനം അനുയായികളോട് പറയുന്നത്, മക്കയിൽ നിന്ന് ശത്രുക്കൾ പുറപ്പെട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് പടയാളികളുണ്ട്, കാലാൾപ്പടയും കുതിരപ്പടയും ഒട്ടകപ്പടയുമുണ്ട്, സർവായുധ സജ്ജരായി അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു, ഉന്മൂലനം ചെയ്യാൻ വരുന്നു. എന്താണ് നാം ചെയ്യുക? മുഹാജിറുകൾ തൽക്ഷണത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്താണ് സംശയം റസൂലേ, ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം. എന്തിനും അൻസാരികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ അൻസാറുകളിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, ജനങ്ങളെ, നിങ്ങളുടെ പ്രതികരണമാണ് വേണ്ടത്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു അൻസാരികളുടെ പ്രതിനിധിയായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ഉമ്മത്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയില്ല കേട്ടോ. ആർത്തലക്കുന്ന കടലിന്റെ തിരമാലയിലേക്കാണ് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതെങ്കിലും ഒരു മടിയുമില്ലാതെ മനസ്സങ്കോചവുമില്ലാതെ അങ്ങയുടെ പിന്നാലെ വരാൻ ഞങ്ങൾ 100 വട്ടം തയ്യാർ. 100 വട്ടം തയ്യാർ. ഇനി ബർക്കുൽ ഗിമാദിലേക്ക്, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മണൽത്തരിയിലൂടെ ബർക്കുൽ ഗിമാദിലേക്ക് നഗ്നപാതനായി അങ്ങ് കടന്നുപോയാൽ ഞങ്ങളുടെ കാലുകളിലുള്ള പാദരക്ഷകൾ അഴിച്ചു വെച്ച റസൂലേ, അങ്ങയെ പിന്തുടരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിലുള്ള ആയുധത്തിന്റെ ബലത്തിലോ കൂടെയുള്ള ആൾബലത്തിന്റെ ബലത്തിലോ അല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് സന്നിവേശിക്കപ്പെട്ട ഈമാനിന്റെ ബലത്തിലാണ്. ആ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു കൊടുത്തു. സൂറത്തു തൗബയിൽ, സൂറത്തുൽ അൻഫാൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇദ് യുഗശീകുമുൻ നുആസ അമനതൻ മിൻ വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുത്ഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്ദശ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം.
ബദറിന്റെ രാത്രി, ബദറിന്റെ രാവിൽ മുഅ്മിനീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ പോരാടുന്നതിന്റെ തൊട്ടുതലേ ദിവസം രണ്ടു കൂട്ടരും രണ്ട് ഭാഗത്ത് താവളമടിച്ചിരിക്കുകയാണ്. ആ ബദറിന്റെ ഭൂമിയിൽ വന്ന മുശ്രിക്കുകളുടെ താവളത്തിലില്ലാത്തൊരു പ്രത്യേകത മുഅ്മിനീങ്ങൾ തമ്പടിച്ച് താവളത്തിൽ ഉണ്ടാവുകയാണ്. അവിടെ അതാ മഴ പെയ്യുകയാണ്. ആ മഴയിലൂടെ ഇളകിമറിഞ്ഞ മണ്ണിനെ അല്ലാഹു ഉറപ്പിക്കുകയാണ്. മാത്രമല്ല ആ മഴ പെയ്യുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കിടന്നുറങ്ങുകയാണ്, ശാന്തമായി ഉറങ്ങുകയാണ്, അല്ലലില്ലാതെ ഉറങ്ങുകയാണ്. അവിടെ ഉറങ്ങാതെ നിന്നത് അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്, പ്രവാചകൻ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നിരുന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, നാളെ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ ഈ ചെറുസംഘമെങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഈ ദുനിയാവിൽ ഇനി ഉണ്ടാവില്ല റബ്ബേ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ അങ്ങനെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള സഹാബികൾ ആ സമയത്ത് പോലും അനുഭവിച്ച ശാന്തതയുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സന്ദർഭത്തിലും ഇട്ടുകൊടുക്കുന്ന സക്കീനത്താണ്. അത് വിശ്വാസം യഥാർത്ഥമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് വലിയ നഷ്ടം സംഭവിച്ചു മദീനയിലേക്ക് തിരിച്ചുപോയ സ്വഹാബികളിൽ പല ആൾക്കും വല്ലാത്ത ധണ്ണമുണ്ടായി, വേദനയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? വലാ തഹിനൂ ഫിബ്തിഗാഇൽ ഖൗം إن تكونوا تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون وكان الله عليما حكيما. നിങ്ങൾ വേദനിക്കരുത്. വലാ തഹിനൂ ഫിബ്തിഗാഇൽ ഖൗം, ഒരു വിഭാഗത്തെ ആലോചിച്ച് നിങ്ങൾ വേദനിക്കരുത്, പ്രയാസപ്പെടരുത്. ഇൻ തകൂനൂ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ ഈ പ്രയാസപ്പെടുന്നത് പോലെ, നിങ്ങൾ ഈ വേദനിക്കുന്നത് പോലെ നിങ്ങളോട് പോരാടിയ നിങ്ങളുടെ ശത്രു വിഭാഗവും വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കില്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. എന്താണത്? വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹുവിൽ റജാ ഉണ്ട്, അല്ലാഹുവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അത് അവർക്കില്ല. മുഅ്മിനീങ്ങളും മുശ്രിക്കുകളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലും, ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലും, കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടാലും, സമ്പാദിച്ചു വെച്ച മുഴുവനും ആരെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോയാലും ഈ ദുനിയാവോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട് എന്നുള്ള ചിന്ത ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാക്കുന്ന സമാധാനം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാക്കുന്ന ശാന്തിയും സമാശ്വാസവും ചെറുതല്ല. ഈ വിശ്വാസമാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി നൽകിയ സമ്മാനം എന്ന് പറയുന്നത്.